അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അത് നമ്മളെ ബ്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഞാൻ രണ്ട് രീതി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെഡാണ്. നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ച് നമ്മൾ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഇതെല്ലാം രണ്ട് സൈഡ് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ആക്കിയതിനു ശേഷം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 100 ഗ്രാം കപ്പലണ്ടി നീലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത് നമ്മളൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചിടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും. പാലൊക്കെ തിളച്ച് നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്നത് പാൽപ്പൊടിയാണ്. ഒരു 3 സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാലിനകത്ത് നമ്മൾ കോൺഫ്ലോർ കലക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ട്, നീലക്കടല, അതിട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ക്രീമി പരുവത്തിലായി കിട്ടണം. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ക്രീമി ആയിട്ട് സാധനം എടുത്ത് കുറച്ച് ചൂട് മൊത്തത്തിൽ ഒന്നും പോയിട്ടില്ല. വേറൊരു ബ്രെഡ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അയച്ചു ചെയ്യാം. അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ബ്രെഡ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കുക. ഇതിനകത്തിട്ട് നമ്മൾ ജാമ തേക്കുന്നവർക്ക് മൊത്തത്തിൽ ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാൻഡ്വിച്ച് ആവും. കഴിക്കാനൊക്കെ ടേസ്റ്റ് ആയിരിക്കും അറിയാം. അത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.